കണ്ണൂർ ചെറുപുഴയിൽ കാട്ടാന ആക്രമണത്തിൽ വയോധികന് പരിക്ക്. ആറാട്ടുകടവ് സ്വദേശി കുഞ്ഞിരാമനാണ് പരിക്കേറ്റത്. കുഞ്ഞിരാമൻ താമസിച്ചിരുന്ന ഷെഡും കാട്ടാന തകർത്തു. സജോ ദേവസ്യ കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നു. സജോ, എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? വേണു, ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. കണ്ണൂർ ചെറുപുഴ ആറാട്ടുകടവിലാണ് കാട്ടാന ആക്രമണത്തിൽ വയോധികന് പരിക്കേറ്റത്. ആറാട്ടുകടവ് സ്വദേശി കുഞ്ഞിരാമനാണ് കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇദ്ദേഹം ഒരു ഷെഡിലാണ് താമസിക്കുന്നത്. ഈ ഷെഡ് കാട്ടാന തകർത്തു. ഇദ്ദേഹത്തെയും ആക്രമിക്കാൻ ശ്രമിച്ചു. ഇദ്ദേഹം കിടന്നിരുന്ന കട്ടിലിന്റെ അടിയിലേക്ക് നൂണ്ടാണ് രക്ഷപ്പെട്ടത്. പിന്നീട് നാട്ടുകാരും മറ്റും എത്തിയ ഘട്ടത്തിൽ ഇദ്ദേഹം അവശനായി കട്ടിലിന്റെ താഴെ കിടക്കുന്നതാണ് കണ്ടെത്തിയത്. പിന്നീട് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നിസ്സാര പരിക്ക് മാത്രമാണ് ഏറ്റിരിക്കുന്നത്. ആ ഷെഡ് പൂർണ്ണമായും കാട്ടാന തകർക്കുകയും അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളും മറ്റ് ഭക്ഷണ സാധനങ്ങളും ഒക്കെ നശിപ്പിച്ച് കളയുകയും ചെയ്തിട്ടുണ്ട്. മേഖലയിൽ വലിയ തോതിൽ കാട്ടാന ശല്യമുണ്ട്. ഇവിടെയുള്ളവരെ പെരിങ്ങോം ഭാഗത്തേക്ക് പുനരധിവസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും വീട് നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും അങ്ങോട്ടേക്ക് മാറാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാത്തത് കൊണ്ട് എല്ലാവർക്കും മാറാൻ കഴിഞ്ഞിട്ടില്ല. ആ മേഖല ഏതാണ്ട് പൂർണ്ണമായും ഒരു ആദിവാസി സെറ്റിൽമെന്റ് മേഖലയാണ്. ആ ഇടങ്ങളിൽ വലിയ തോതിലുള്ള കാട്ടാന ശല്യവും തുടർച്ചയായ ആക്രമണവും ഒക്കെ തുടർച്ചയായി നടക്കുന്നതാണ്. ഭാഗ്യം കൊണ്ട് അദ്ദേഹം ഏതായാലും ജീവൻ രക്ഷപ്പെട്ടു എന്നത് ആശ്വാസകരമായ കാര്യമാണ്. ഇവരെ എത്രയും പെട്ടെന്ന് തന്നെ പുതുതായി അനുവദിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പുനരധിവസിപ്പിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റണമെന്ന ആവശ്യം ശക്തമാണ്. പക്ഷെ അവിടെ മറ്റ് ഏറ്റവും അവസാനം ക്രമീകരിക്കേണ്ട കുടിവെള്ളം അടക്കമുള്ള ക്രമീകരണങ്ങളും മറ്റും പൂർത്തീകരിക്കാത്തത് കൊണ്ടാണ് അങ്ങോട്ടേക്ക് മാറ്റാനാവാത്തത് എന്നതാണ് ഇപ്പോൾ അധികൃതരൊക്കെ വിശദീകരിക്കുന്ന കാര്യം. അത്ഭുതകരമായാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് എന്നത്. ഏതായാലും അക്കാര്യത്തിൽ ആശ്വാസമുണ്ട്. പക്ഷെ അദ്ദേഹം താമസിച്ചിരുന്ന ഷെഡും മറ്റു വസ്തുവകകളൊക്കെ പൂർണ്ണമായും നശിപ്പിച്ചിട്ടുണ്ട്. ശരി, സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.